ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. വീട്ടുവേലയ്ക്കായി ഒരു റോബോട്ട്. അടുക്കള പണി ചെയ്യും, നിലം തുടയ്ക്കും റോബോട്ട്. ടെസ്ലയുടെ ഏറ്റവും പ്രധാന ഉൽപ്പന്നത്തിന്റെ വീഡിയോ പങ്കുവച്ച് ഇലോൺ മസ്ക്. ടെസ്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നമെന്ന വിശേഷണത്തോടെ പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് സിഇഒ ഇലോൺ മസ്ക്. ഹ്യൂമനോയിഡ് റോബോട്ടായ ഒപ്റ്റിമസിന്റെ ഒരു വീഡിയോ ആണ് മസ്ക് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനുഷ്യനെ പോലെ കൃത്യതയോടെ ദൈനംദിന ജോലികൾ ചെയ്യാൻ ഇതിന് കഴിയുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഇതുവരെ നിർമ്മിച്ച ഏതൊരു ഉൽപ്പന്നത്തെക്കാളും ഏറ്റവും മെച്ചമായിരിക്കും ഒപ്റ്റിമസ് എന്ന് ഇലോൺ മസ്ക് മുൻപ് അവകാശപ്പെട്ടിരുന്നു. ഇത് ഗാർഹിക ജോലികളിലും കഠിനാധ്വാനം ആവശ്യമുള്ള ജോലികളിലും വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഒപ്റ്റിമസ് മനുഷ്യരെ പോലെ നൃത്തം ചെയ്യുന്ന നിരവധി വീഡിയോകൾ അടുത്തിടെ മസ്ക് പങ്കുവച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണത്തിന് പുതിയ യൂണിറ്റ് കൂടി. ടാറ്റ ഇലക്ട്രോണിക്സിന്റെ കർണാടകയിലെ പുതിയ യൂണിറ്റിലാണ് ആപ്പിൾ ഫോൺ അസംബ്ലിംഗ് ജോലികൾ നടക്കുന്നത്. ചൈനയിലെ ഐഫോൺ നിർമ്മാണത്തിനുള്ള ആശ്രിതത്വം കുറയ്ക്കാനൊരുങ്ങുന്നതിന്റെ ഭാഗമായാണ് ആപ്പിളിന്റെ നീക്കം. കർണാടകയിലെ ഹൊസൂരിലെ യൂണിറ്റിൽ ഐഫോൺ 60, ഐഫോൺ 60e ഉൾപ്പെടെയുള്ള പുതിയ മോഡലുകൾ അസംബിൾ ചെയ്യാൻ ആരംഭിച്ചു. ഫോക്സ്കോൺ പോലുള്ള തായ്വാനീസ് കമ്പനികളുടെ കുത്തകയായിരുന്ന ഈ മേഖലയിൽ ആപ്പിളിന്റെ നീക്കം ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. നേരത്തെ കർണാടകയിലെ വിസ്ട്രോൺ പ്ലാന്റിൽ അസംബ്ലിംഗ് നടന്നിരുന്നു. ഹൊസൂരിൽ 2 ലൈനുകളിലാണ് പ്രവർത്തനം നടക്കുന്നത്. വൈകാതെ 4 അതിലധികമോ ലൈനുകളായി വികസിപ്പിക്കാൻ പദ്ധതിയുണ്ട്. ഓരോ ലൈനിലും 2500-ലധികം ആളുകൾക്ക് തൊഴിൽ നൽകാനാവും. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. BSNLന്റെ 4G സേവനം ഉടനുണ്ടാകും. ടാറ്റ കൺസൾട്ടൻസി സർവീസസുമായി സഹകരിച്ചാണ് BSNL പുതിയ നേട്ടം കൈവരിക്കുന്നത്. ഉപയോക്താക്കൾക്ക് അതിവേഗ 4G ഇന്റർനെറ്റ് നൽകുന്നതിനുള്ള പൂർണ്ണ തയ്യാറെടുപ്പുകൾ നടത്തി BSNL. 4G വിന്യാസത്തിനായി ടാറ്റ കൺസൾട്ടൻസി സർവീസസിന് 2903 കോടി രൂപയുടെ അഡ്വാൻസ് പർച്ചേസ് ഓർഡർ BSNL നൽകി. ഈ തുക ഉപയോഗിച്ച് TCS BSNL ഉപയോക്താക്കൾക്കുള്ള 4G ഇന്റർനെറ്റ് സംവിധാനം തയ്യാറാക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT സേവന കമ്പനിയായ TCSുമായുള്ള ഈ പങ്കാളിത്തം രാജ്യത്തുടനീളം 4G മൊബൈൽ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കാനുള്ള BSNLന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ്. BSNLന്റെ 18685 സൈറ്റുകൾ 4G മൊബൈൽ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്ലാനിംഗ്, എഞ്ചിനീയറിംഗ്, വിതരണം, ഇൻസ്റ്റലേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷൻ ചെയ്യൽ, വാർഷിക അറ്റകുറ്റപ്പണി എന്നിവയുടെ ഉത്തരവാദിത്തം TCSനായിരിക്കുമെന്ന് BSNL അറിയിച്ചു. TCSുമായുള്ള മാസ്റ്റർ കോൺട്രാക്ട് പ്രകാരം ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായ തേജസ് നെറ്റ്വർക്ക്സ് BSNL 4G പ്രൊജക്ടിനായി ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും വിന്യസിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം TCS വിശദമായ ഓർഡറുകൾ പുറപ്പെടുവിക്കുമെന്നും കമ്പനി അറിയിച്ചു. 2025 ജൂൺ മാസത്തോടെ 1,00,000 4G ടവറുകൾ പൂർത്തിയാക്കുകയാണ് BSNLന്റെ ലക്ഷ്യം. TCS 2025 സാമ്പത്തിക വർഷത്തെ 4ാം പാദത്തിലെ ആദായം 12,224 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ APOയുടെ പ്രഖ്യാപനം വരുന്നത്. ഇത് വാർഷികാടിസ്ഥാനത്തിൽ 5.99% വളർച്ചയാണ് കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഡ്യൂക്ക് ബൈക്കുകളുടെ നിർമ്മാതാക്കളായ KTMനെ ഏറ്റെടുക്കാൻ ബജാജ് ഓട്ടോ. ആഗോള വിപണിയിൽ സാന്നിധ്യം ശക്തമാക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യൻ ഇരുചക്രവാഹന നിർമ്മാതാക്കളായ ബജാജ് ഓട്ടോ ഓസ്ട്രിയൻ മോട്ടോർ സൈക്കിൾ ബ്രാൻഡായ KTMനെ സ്വന്തമാക്കാനൊരുങ്ങുന്നു. ഉപകമ്പനിയായ ബജാജ് ഓട്ടോ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് വഴിയാണ് ഓഹരികൾ സ്വന്തമാക്കുന്നത്. പ്രീമിയം സ്പോർട്സ് വിഭാഗങ്ങളിൽ ആഗോള വിപണിയിൽ സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഏറ്റെടുക്കലെന്ന് ബജാജ് ഓട്ടോ വ്യക്തമാക്കി. KTMന്റെ ബിസിനസ് പുനരുജ്ജീവിപ്പിക്കുന്നതിനും കടം പുനഃക്രമീകരിക്കുന്നതിനുമായി ഏകദേശം 7,700 കോടി രൂപയുടെ ഫണ്ടിംഗ് ബജാജ് ഓട്ടോ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 2024 നവംബറിലാണ് KTM സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടത്. പാപ്പരത്ത നടപടികൾ ഒഴിവാക്കി പ്രവർത്തനം പുനരാരംഭിക്കാൻ ബജാജിന്റെ ഫണ്ടിംഗ് സഹായിക്കും. KTMനെ ഏറ്റെടുത്ത ശേഷം കമ്പനിയെ ലാഭത്തിലേക്കെത്തിക്കാനുള്ള പദ്ധതികൾക്ക് ബജാജ് രൂപം കൊടുക്കുമെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. OnePlus 13s ലോഞ്ച് ജൂൺ 5-ന്. ഇന്ത്യയിൽ മൊബൈലിന് ഏകദേശം 45,000 രൂപ വില വരും. പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ OnePlusന്റെ പുതിയ മോഡലായ OnePlus 13s ജൂൺ 5-ന് വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. OnePlus 13R-നും OnePlus 13-നും ഇടയിൽ സ്ഥാനം പിടിക്കാനിടയുള്ള ഒരു കോമ്പാക്ട് ഫ്ളാഗ്ഷിപ്പ് മോഡലാകാനാണ് സാധ്യത. ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്സെറ്റ് ഉൾപ്പെടെ ചില ഉയർന്ന നിലവാരമുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കുമെന്നാണ് അറിയുന്നത്.
ഇന്ത്യയിൽ ഫോണിന് ഏകദേശം 45,000 രൂപ വരെ വില വരുമെന്നാണ് കരുതുന്നത്. ഒതുക്കമുള്ള ഫോണിൽ പുതിയ ക്യാമറ മൊഡ്യൂളായിരിക്കാം അവതരിപ്പിക്കുക. ഡ്യുവൽ ക്യാമറ സജ്ജീകരണത്തോടെയായിരിക്കും ഫോൺ വിപണിയിൽ എത്തുക. പൊടി ജലപ്രതിരോധത്തിനായി സ്മാർട്ട് ഫോൺ IP68, IP69 റേറ്റിംഗും വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട്. ഫോട്ടോഗ്രാഫിക്കായി സോണി ലൈറ്റ് 700 സെൻസറുള്ള 50MP പ്രധാന ക്യാമറയും സാംസങ് JN5 സെൻസറുള്ള 50MP ടെലിഫോട്ടോ ലെൻസും ഉൾപ്പെടുന്ന ഡ്യുവൽ ക്യാമറ സജ്ജീകരണമുണ്ടാകാൻ സാധ്യതയുണ്ട്. മുൻവശത്ത് 32MP സെൽഫി ക്യാമറ ആയിരിക്കാം മറ്റൊരു ആകർഷണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.